നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ സംരംഭകരെ, നമ്മുടെ രാജ്യത്തെ ബിസിനസ് മേഖലയിലെ പുതുമകളും വളർച്ചാ പഥങ്ങളും നമ്മുടെ ബിസിനസ്സിനെയും ബാധിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ് വളർച്ചയെപ്പറ്റി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7% അതിനു മുകളിലും എത്തുമെന്നാണ് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. IMF ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിവ പറഞ്ഞ ഒരു വാക്യം ഇതിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഇന്ത്യ ഈസ് നോ ലോങ്ങർ എൻ എമർജിങ് എക്കോണമി, ഇറ്റ് ഈസ് എൻ എൻജിൻ ഓഫ് ഗ്ലോബൽ ഗ്രോത്ത്. ഇന്ത്യ ഇനി വളരുന്ന സമ്പദ് വ്യവസ്ഥയല്ല, ആഗോള വളർച്ചയ്ക്ക് ഇന്ധനം പകരുന്ന പ്രധാന ശക്തിയാണ്. ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ മാറ്റങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ രാജ്യത്തെ സംരംഭകത്തിന് പുതിയ ദിശ നൽകിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു ഘടകം ആധുനിക സാങ്കേതിക വിദ്യകളാണ് എന്ന് പറയാതെ വയ്യ. മോർഗൻ സ്റ്റാൻലിയുടെ ചീഫ് എക്കണോമിസ്റ്റ് ചേതൻ നാഹ്യ പറയുന്നത് ടെക്നോളജി ഈസ് ദ ബിഗസ്റ്റ് ഈക്വലൈസർ ഇൻ ദി മോഡേൺ എക്കണോമി. അതായത് ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലിയ തുല്യവൽക്കരണ ശക്തി സാങ്കേതിക വിദ്യയാണ്. നോക്കൂ, ഫിൻടെക് രംഗത്ത് ഇന്ത്യയുടെ മുന്നേറ്റം ആഗോള ശ്രദ്ധ നേടുന്ന തരത്തിലാണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് അഥവാ ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങൾ ലോകമാകെ മാതൃകയാവുകയാണ്. വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിലുള്ളത് ഇന്ത്യാസ് ഫിൻടെക് റവല്യൂഷൻ ഈസ് റീഡിഫൈനിങ് ഗ്ലോബൽ ഡിജിറ്റൽ ഫിനാൻസ്. ഇന്ത്യയിലെ ഫിൻടെക് വിപ്ലവം ആഗോള ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയെ പുതുതായി രൂപപ്പെടുത്തുകയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ തന്നെ ഉൽപ്പാദന മേഖലയിലും ഇന്ത്യ വലിയ മുന്നേറ്റത്തിലാണ്. ടെസ്ല, ആപ്പിൾ, ഫോക്സ്കോൺ പോലുള്ള ആഗോള കമ്പനികൾ ഇന്ത്യയിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. JP മോർഗൻ പ്രസ്താവിച്ച പോലെ ഇന്ത്യ ഈസ് ദി നെക്സ്റ്റ് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്. ഇന്ത്യയാണ് അടുത്ത ആഗോള ഉൽപ്പാദന കേന്ദ്രമാകാനിരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം MSME മേഖലയാണ്. MSME സെക്ടർ ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ദി ഇന്ത്യൻ എക്കണോമി. MSME മേഖലയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ MSME രംഗത്തുള്ളവർക്കായി ചേംബർ ഓഫ് കോമേഴ്സ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നു. ചേംബർ ഓഫ് കോമേഴ്സ് ഫോർ MSMEയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ അംഗത്വം എടുക്കുന്നതിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ ബന്ധപ്പെടുക. പ്രിയമുള്ളവരെ, ഇനി നാം കാണേണ്ടത് ഇന്ത്യയിലെ ഹരിത സാമ്പത്തിക രംഗത്തെ വളർച്ചയാണ്. ഗ്രീൻ ഹൈഡ്രജൻ, ഇലക്ട്രിക് വെഹിക്കിൾസ്, റിന്യൂവബിൾ എനർജി എന്നീ മേഖലകളിൽ ഇന്ത്യയിൽ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. പ്രൊഫസർ മരിയാന മസുക്കാറ്റോ പറയുന്നു, സസ്റ്റൈനബിലിറ്റി ഈസ് നോ ലോങ്ങർ എ ചോയ്സ്, ഇറ്റ് ഈസ് എ ന്യൂ ബിസിനസ് ഇംപറേറ്റീവ്. സുസ്ഥിരത ഇനി തിരഞ്ഞെടുക്കേണ്ടതല്ല, എല്ലാ ബിസിനസ്സിനും അത്യാവശ്യമായ ഒരു കാര്യമാണിത്. ഇതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ യുവതലമുറയാണ്. ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ മൂലധനങ്ങൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: ജനസംഖ്യ, ജനാധിപത്യം, ഡിമാൻഡ്. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഡെമോഗ്രാഫി, ഡെമോക്രസി ആൻഡ് ഡിമാൻഡ്, ദീസ് 3 Ds ആർ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് ബിസിനസ് അസറ്റ്സ്. ജനസംഖ്യ, ജനാധിപത്യം, ഡിമാൻഡ്, ഇവ ഇന്ത്യയുടെ ശക്തിയുള്ള 3 അടിസ്ഥാനങ്ങളാണ്. പ്രിയമുള്ളവരെ, സംരംഭകർക്ക് ഇന്നത്തെ ഇന്ത്യ അവസരങ്ങളുടെ രാജ്യമാവുകയാണ്. എന്നാൽ അതിനായി ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഡസൻ ഹാപ്പൻ, യു ക്രിയേറ്റ് ദം. അവസരങ്ങൾ സ്വയം ഉണ്ടാകുന്നതല്ല, അതിനെ നിങ്ങൾ സ്വയം സൃഷ്ടിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കി ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ സംരംഭങ്ങൾ, ആശയങ്ങൾ, പ്രവർത്തനങ്ങൾ ഓൾ ഷുഡ് അലൈൻ വിത്ത് ദിസ് ന്യൂ ഇന്ത്യ. നമുക്കൊരുമിക്കാം,
ഇന്ത്യയുടെ ബിസിനസ് സ്വപ്നങ്ങളിൽ പങ്കാളികളാകാം.